ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് നമുക്ക് യൂണിറ്റ് 7 27-ാം പാഠം സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ പറ്റി പഠിക്കാം. ഈ യൂണിറ്റിലുള്ള മറ്റ് 2 പാഠങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബാഹ്യകേരള മെത്രാപ്പോലീത്തയായ അൽവാറീസ് മാർ യൂലിയോസ് തിരുമേനിയെ പറ്റിയും ശ്രീബാദാസ സമൂഹ സ്ഥാപകനായ അഭിവന്യ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ പറ്റിയും മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് സഭാരത്നം എന്നറിയപ്പെട്ട അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ പറ്റി പഠിക്കാം. ഏകദേശം 2000 വർഷം ചരിത്രമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയിൽ സഭാരത്നം എന്ന ബഹുമതി മറ്റാർക്കും കിട്ടിയിട്ടില്ല. അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ സംഭാവനകളെ വരും തലമുറ മറന്നു പോകാതിരിക്കാനാണ് സഭാരത്നം എന്ന പേര് നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. പരിശുദ്ധ തിരുമേനി അവാർഡുകളോ ബഹുമതികളോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. മാവേലിക്കര ചെറുകോൽ മുണ്ടുവേലിൽ കൊച്ചിട്ടിയുടെയും ഈഴക്കടവിൽ മറിയാമ്മയുടെയും 2ാമത്തെ മകനായി 1918 ഡിസംബർ 9 അദ്ദേഹം ജനിച്ചു. ജോർജ് കുട്ടി എന്നായിരുന്നു വീട്ടിലെ പേര്. സമൃദ്ധിയിൽ ജനിച്ചു വളർന്ന ആളല്ലായിരുന്നു ഈ പിതാവ്. അതേസമയം ഇല്ലായ്മയുടെ നടുവിലും അയൽവാസികളായ പട്ടിണിക്കാരെയും പ്രയാസപ്പെടുന്നവരെയും കഴിയും വിധം സഹായിക്കുന്ന അമ്മയുടെ മാതൃക ജോർജ് കുട്ടിയിൽ ദൈവസ്നേഹത്തോടൊപ്പം മനുഷ്യസ്നേഹത്തിൻ്റെയും ബാലപാഠങ്ങൾ കോറിയിട്ടു. ദരിദ്രന്മാരെ കരുതുന്ന വേദപുസ്തക സുവിശേഷം ജീവിതാനുഭവങ്ങളിൽ കൂടി പഠിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പത്തിച്ചിറ സെൻറ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക. ചെറുകോൽ സാൽവേഷൻ ആർമി സ്കൂളിൽ അദ്ദേഹം 7ാം ക്ലാസ് വരെ പഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാവേലിക്കര BH ഹൈസ്കൂളിലായിരുന്നു. തുടർന്ന് TTC പാസ്സായി. ഇടയാറന്മുള UP സ്കൂളിലും മാവേലിക്കര BH ഹൈസ്കൂളിലും പത്തിച്ചിറ സെൻറ് ജോൺസ് സ്കൂളിലും അധ്യാപകനായി കുറച്ചു കാലം സേവനം അനുഷ്ഠിച്ചു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തിപരമായ അനുഭവവും ക്രിസ്തുവിനെ സാക്ഷിക്കണമെന്നുള്ള അടങ്ങാത്ത ദാഹവും യൗവനകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. 1948 അദ്ദേഹത്തിന് ഷമ്മാശ പട്ടം കിട്ടി. പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് തുടർ പഠനത്തിന് പോയി. അമേരിക്കയിലെ പഠന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടായത്. പഠനം കഴിഞ്ഞ് തിരികെ വന്നതിന് ശേഷം 1956 മെയ് 10 അദ്ദേഹം വൈദികനായി. തുടർന്നുള്ള വർഷങ്ങളിൽ ചില ഇടവകകളിൽ വൈദിക ശുശ്രൂഷ നടത്തിയിരുന്നു. കൺവെൻഷൻ വേദികളിൽ കൊടുങ്കാറ്റായി പ്രസംഗിച്ചിരുന്നത് ഈ സമയങ്ങളിലാണ്. 1965 മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും സ്ഥാനാരോഹണം ഉണ്ടായില്ല. 1974 2ാമതും തെരഞ്ഞെടുപ്പ് നടന്നു. 1975 അദ്ദേഹം മെത്രാപ്പോലിത്തയായി. 1976 നിരണം ഭദ്രാസന മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റു. 2005 പ്രായാധിക്യം മൂലം സന്തോഷത്തോടെ പിൻഗാമിക്കായി അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു. 1952 മുതൽ 2008 വരെയുള്ള 56 വർഷങ്ങളിൽ അദ്ദേഹം സെമിനാരിയിൽ പഠിപ്പിച്ചു. മലങ്കര സഭയിലെ മെത്രാച്ചന്മാർ, പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഉൾപ്പെടെ മിക്കവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. സെമിനാരിയിലെ അധ്യാപക വൃത്തി ദൈവശാസ്ത്രജ്ഞന്മാരുടെ നിരയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പല പുസ്തകങ്ങൾക്കും അദ്ദേഹം ജന്മം നൽകി. തിയോളജി ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റി, ദി സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ്, ഷെയറിംഗ് ഗോഡ് ആൻഡ് എ ഷെയറിംഗ് വേൾഡ്, വൺ റിലീജിയൻ ഓഫ് ലവ് എന്നിവ അവയിൽ ചിലതാണ്. ദൈവം സ്നേഹമാണെന്നൊരു ലോകവീക്ഷണം അദ്ദേഹം വികസിപ്പിച്ചു. എല്ലാ വൈവിധ്യങ്ങളെയും സ്നേഹത്തിൽ സംയോജിപ്പിക്കാനാകുമെന്ന് അദ്ദേഹം കണ്ടെത്തി. രക്തരൂക്ഷിതമായ വിപ്ലവം കൂടാതെ ദൈവസ്നേഹം, നീതി ഇവയിലൂന്നിയ സമത്വസുന്ദരമായ ലോകത്തെ അദ്ദേഹം സ്വപ്നം കണ്ടു. ദാരിദ്ര്യം തന്നെയാണ് പാപത്തിൻ്റെ ഏറ്റവും വ്യക്തമായ അടയാളമെന്ന് കണ്ടെത്തി. ദാരിദ്ര്യം നീക്കുവാൻ ശ്രമിക്കുന്നവരെല്ലാം ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അഖില ലോക സഭാ കൗൺസിൽ, ഫെയ്ത്ത് ആൻഡ് ഓർഡർ, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസ് തുടങ്ങി നിരവധി അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പങ്കെടുത്ത് തൻ്റെ ആശയം മറ്റുള്ളവരുമായി പങ്കുവച്ചു. ഇനി മാവേലിക്കരയിലെ സെൻറ് പോൾസ് സുവിശേഷാലയം സ്ഥാപിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് നോക്കാം. അമേരിക്കയിലെ പഠനകാലത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായതെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അമേരിക്കയിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ദേവാലയങ്ങളിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുമായിരുന്നു. അവിടെ നിന്ന് ലഭിച്ച പാരിതോഷികം കൊണ്ടാണ് സെൻറ് പോൾസ് മിഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം 1953 വാങ്ങിയത്.
സെന്റ് പോൾസ് സുവിശേഷാലയം തിരുമേനിയുടെ 2ാം ഭവനമാണ്. ഏറ്റവും കൂടുതൽ അന്തിയുറങ്ങിയ ഭവനവും ഇതുതന്നെയാണ്. 1979 ഇത് സഭയുടെ മിഷൻ സെന്ററായി ഉയർത്തപ്പെട്ടു. ഇപ്പോൾ സഭയുടെ മിഷൻ ബോർഡിന്റെ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 1984 മിഷൻ പഠനത്തിനായുള്ള ഒരു കൂട്ടായ്മ സംഘം രൂപീകരിച്ചു. ഈ വക പ്രവർത്തനങ്ങൾ മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷത്തെപ്പറ്റി ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കി. ദരിദ്രർ, കുഷ്ഠരോഗികൾ, എയ്ഡ്സ് രോഗികൾ, നിരക്ഷരർ, മദ്യപാനത്തിന് അടിമപ്പെട്ടവർ, പ്രകൃതിക്ഷോഭത്തിൽ വലയുന്നവർ, തെരുവോരങ്ങളിൽ കഴിയുന്നവർ, അനാഥർ, വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ സമൂഹം പുറന്തള്ളുന്നവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷിക്കുന്ന ഒരുപറ്റം മിഷനറിമാർ ഓർത്തഡോക്സ് സഭയിൽ ഉയർന്നു വരണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. തിരുമേനിയുടെ ആശയങ്ങൾ കർമ്മപഥത്തിലെത്തിക്കുവാനുള്ള ചുവടുവയ്പ് ആരംഭിച്ചത് പുതുപ്പാടി ബാലഭവന്റെ സ്ഥാപനത്തോടു കൂടിയാണ്. ഒരു അനാഥ കുഞ്ഞിന്റെ മൃതശരീരം കാക്ക കൊത്തിപ്പറിക്കുന്നത് കണ്ട് MV ജോർജ് അച്ഛൻ്റെ മനസ്സലിഞ്ഞു. തെരുവോരങ്ങളിൽ അനാഥ കുഞ്ഞുങ്ങൾ അന്തിയുറങ്ങാൻ ഇടവരരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചു. അതിനുള്ള പദ്ധതികൾ മനസ്സിൽ ആലോചിച്ച് നടന്നപ്പോൾ ദൈവം അതിന് വഴിയൊരുക്കി. പുതുപ്പാടിയിൽ മണലേൽ കുടുംബം സംഭാവന ചെയ്ത 25 ഏക്കറിൽ ബാലഭവനം ആരംഭിച്ചു. പിന്നീടുള്ള ദശകങ്ങളിൽ മലങ്കര സഭയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പ്രചോദനം പുതുപ്പാടി ബാലഭവനമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങ് കൊടുക്കാനായി വൈദിക സെമിനാരിയിൽ നിന്ന് VM തോമസ് അച്ഛനെയും KI ഫിലിപ്പ് അച്ഛനെയും ലഭിച്ചു. പുതുപ്പാടിയിൽ പിന്നീടൊരു ആശ്രമവും കോൺവെൻറ്റും വളർന്നു വന്നു. പുതുപ്പാടിയെ തുടർന്ന് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു നിര തന്നെ ഉണ്ടായി. പുതുപ്പാടിയിൽ തന്നെ ബാലികാ ഭവൻ, കോൺവെൻറ്റ്, നിരണം ഭദ്രാസനത്തിൽ പനയമ്പാല ഹരിപ്പാട് ബാലഭവനങ്ങൾ, തിരുവനന്തപുരം ഗൈഡൻസ് സെൻറ്റർ, വിശ്രാന്തി ഭവനം, നെയ്യാറ്റിൻകര സെൻറ് തോമസ് ബാലഭവൻ, സെൻറ് ജോർജ് ബാലികാശ്രമം, ബാലഗ്രാം, ബാംഗ്ലൂർ ദയാഭവൻ, കർണാടക ഇറ്റാർസി ബാലഭവനം, കോട്ടയം ബാലഭവൻ ഇവയെല്ലാം തിരുമേനിയുടെ നേതൃത്വത്തിലുണ്ടായതാണ്. ഒറീസ, ലത്തൂർ, കേരളം, മദ്രാസ്, ആൻഡമാൻസ്, എത്യോപ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുനാമി, ഭൂകമ്പം, ക്ഷാമം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തിരുമേനി നേതൃത്വം നൽകി. ജാതിയും മതവും ഒന്നും നോക്കാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം വേദന അനുഭവിക്കുന്നവരിലേക്ക് ഒഴുക്കുക എന്നതായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം. ഹൃദ്രോഗികൾ, ഭവനരഹിതർ, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്നവർ, പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ പ്രയാസപ്പെടുന്നവർ തുടങ്ങിയവർക്കായി പ്രത്യേകം സഹായ പദ്ധതികളും തിരുമേനി ആരംഭിച്ചിട്ടുണ്ട്. മിഷൻ സൺഡേ ആചരണത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാണ് മിഷൻ സൺഡേയായി ആചരിക്കുന്നത്? ജൂലൈ 3 കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് മിഷൻ സൺഡേയായി ആചരിക്കുന്നത്. അന്ന് നടത്തുന്ന കവർ പിരിവിൽ കൂടി ലഭിക്കുന്ന തുക സുവിശേഷ പ്രവർത്തനത്തിനായി നീക്കി വയ്ക്കുന്ന പതിവുണ്ടായത് പരിശുദ്ധ തിരുമേനിയുടെ പരിശ്രമ ഫലമായിട്ടാണ്. നമ്മുടെ സഭയുടെ സഞ്ചാര സുവിശേഷ വിഭാഗമായ സ്നേഹ സന്ദേശവും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാണ്. ഉജ്ജ്വല പ്രഭാഷകൻ, സാമൂഹ്യനീതിയുടെ പ്രവാചകൻ, എഴുത്തുകാരൻ, ദൈവശാസ്ത്രജ്ഞൻ, പാവങ്ങളുടെ അപ്പോസ്തോലൻ, ലളിത ജീവിതത്തിൻ്റെ ഉടമ, സാമൂഹ്യ പരിഷ്കർത്താവ്, സഭാസ്നേഹി, യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും വാത്സല്യിച്ച പിതാവ് തുടങ്ങിയ ഒട്ടേറെ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകാനാവും. ഇതെല്ലാം സാധിച്ചത് ക്രിസ്തു അദ്ദേഹത്തിൻ്റെ പരമാനന്ദമായതുകൊണ്ടാണ്. നിരന്തരമായ പ്രാർത്ഥനയും പ്രവൃത്തിയും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം വരും തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയാകേണ്ടതാണ്. ജീവിച്ചാലും മരിച്ചാലും യേശു മാത്രം മതി എനിക്കെന്ന് അദ്ദേഹം പാടിയതുപോലെ തന്നെയായിരുന്നു പരിശുദ്ധ തിരുമേനിയുടെ ജീവിതം. പരിശുദ്ധ തിരുമേനി 1975 മുതൽ 2007 വരെ നിരണം ഭദ്രാസനാധിപനായി സേവനമനുഷ്ഠിച്ചു. 2012 ഫെബ്രുവരി 12-നാണ് ഈ പിതാവ് കാലം ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ കബറിടം തിരുമേനി തന്നെ സ്ഥാപിച്ച മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ സെൻറ്ററിലാണ് ഉള്ളത്. ഈ പാഠത്തിലൂടെ അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിത വൈശിഷ്ട്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ആ പിതാവിൻ്റെ നല്ല മാതൃകകൾ നമുക്ക് അനുകരിക്കാം. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നമുക്ക് ശ്രമിക്കാം. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നതെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന് പറഞ്ഞ ക്രിസ്തു വചനം നമുക്ക് ഓർക്കാം. ആവശ്യത്തിലിരിക്കുന്നവരെ നമ്മുടെ സമയം, പണം, പ്രാർത്ഥന ഇവയിലൂടെ സഹായിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് മുൻവർഷം ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സഭാരത്നം എന്നറിയപ്പെടുന്നത് ആര്? അഭിവന്യ ഡോക്ടർ ഗീവർഗീസ്
മാർ ഒസ്താത്യോസ് തിരുമേനി. ഗുരുരത്നം എന്നറിയപ്പെടുന്നതാര്? ഫാദർ ഡോക്ടർ TJ ജോഷുവ. സഭാകവി എന്നറിയപ്പെടുന്നതാര്? CP ചാണ്ടി. പരിശുദ്ധ ഒസ്താത്യോസ് തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്റർ. സെന്റ് പോൾസ് മിഷൻ സെന്റർ സ്ഥാപിച്ചതാര്? അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഇനി ഈ പാഠം നിങ്ങൾ ഒന്നുകൂടി വായിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.